വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ദം പൊറാട്ടയാണ്. ഇത് ബീഫ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് പൊറോട്ട കുഴച്ചെടുക്കാം. അതിനുവേണ്ടി 1 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതും 1.5 ഗ്ലാസ് വെള്ളത്തിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ആക്കിയതാണിത്. ഇനി ഇതിലോട്ട് 1.5 ഗ്ലാസ് പാലും കൂടി ചേർക്കുന്നുണ്ട്. നല്ലവണ്ണം മിക്സാക്കി കുഴച്ചെടുക്കാം. അത്യാവശ്യം ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. നല്ലവണ്ണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിൽ വെച്ച് നല്ലവണ്ണം സോഫ്റ്റായിട്ട് 10 മിനിറ്റ് നേരം കുഴച്ചെടുക്കണം. എത്രത്തോളം കുഴച്ചെടുക്കുന്നുവോ അത്രത്തോളം പൊറോട്ട സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇത് കോട്ടൺ ടവൽ വെച്ച് നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ മൂടിയിടണം. നനഞ്ഞ കോട്ടൺ ടവലായിരിക്കണം. 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം 4 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം വഴറ്റേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് അരച്ചെടുക്കാനുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതേ ചട്ടിയിൽ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അത് പൊട്ടിയതിന് ശേഷം നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്പം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി 5 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ മൂടി വെക്കാം. അപ്പോഴേക്കും നമുക്ക് സവാള അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് ബീഫിലോട്ട് ഒഴിക്കാം. 700 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. 2 മീഡിയം സൈസിലുള്ള തക്കാളിയും ചേർക്കുന്നുണ്ട്. നല്ലവണ്ണം മിക്സാക്കി 5 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള തക്കാളി ജ്യൂസ് അടിച്ചതും 1 പിടി മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്. നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം കൂടി വേവിച്ചെടുക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബീഫെല്ലാം നല്ലവണ്ണം വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇത് ചൂടായതിന് ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ബീഫാണിത്. ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിരുന്നു. ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുക. ഇനി 1/2 കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർക്കുക. 1 പിടി മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. 500 ഗ്രാം ബീഫാണിത്. 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇപ്പോൾ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞ് പൊറോട്ട മാവെല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് മാറ്റാം. നല്ലവണ്ണം റോൾ ചെയ്തെടുത്ത് പിസ്സ കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ഷേപ്പ് ചെയ്ത് ബോൾസാക്കി മാറ്റാം. ഇപ്പോൾ ഇത് മുഴുവനായി ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ച് നമുക്കിതൊന്ന് റോളർ ഉപയോഗിച്ച് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ബിഗിനേഴ്സിനൊക്കെ പറ്റിയ നല്ലൊരു പൊറോട്ടയാണിത്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. എത്രത്തോളം തിന്നാക്കി എടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പൊറോട്ട സോഫ്റ്റ് ആയിരിക്കും. ഇനി ലെയറായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി സ്പ്രെഡ് ചെയ്തെടുക്കാം. അല്പം മൈദപ്പൊടിയും കൂടി തൂവുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒരുമിച്ചൊന്ന് പിടിക്കുക. അതിനുശേഷം ചുരുട്ടിയെടുക്കാം. കട്ടി കൂടിയ പോലെ തോന്നും. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒന്ന് വീശി കൊടുത്താൽ മതി. ഇനി ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം.
1 കിലോ മൈദയിൽ നിന്നും 19 പൊറോട്ടയാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ എല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാൻ വെക്കാം. ഇനി നമുക്ക് ഓരോ പൊറോട്ടയും കൈവച്ചൊന്ന് പരത്തിയെടുക്കുക. കൈയിൻ്റെ ഈ വശം വെച്ച് തന്നെ പരത്തിയെടുക്കാം. റോളറിൻ്റെ ആവശ്യമില്ല. അധികം നൈസായി പരത്തരുത്. ഇങ്ങനെ ഞാൻ 3 എണ്ണം പരത്തുന്നത് കാണിക്കുന്നുണ്ട്. ഉടനെ തന്നെ ചുട്ടെടുക്കുകയും വേണം. നൈസായി പരത്തരുത്. അത്യാവശ്യം കട്ടിയൊക്കെ വേണം. വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് മിക്സാക്കിയതാണിത്. പാനിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ പൊറോട്ടയും ചുട്ടെടുക്കാം. ഒരു വശം മൊരിഞ്ഞതിന് ശേഷം മറിച്ചിടുക. ഞാനിവിടെ ഒരു പൊറോട്ട ചുടുന്നതേ കാണിക്കുന്നുള്ളൂ. വീഡിയോ ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ട്. ഇടയ്ക്കിടെ പൊറോട്ട ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. 5 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ അടിച്ചെടുക്കുക. ചൂടോടെ തന്നെ അടിച്ചെടുത്താലേ നമ്മുടെ പൊറോട്ടയ്ക്ക് ലെയർ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ പൊറോട്ട എല്ലാം റെഡിയായി. ഇനി പൊറോട്ട ദമ്മിടുന്ന പ്രോസസ്സാണ്. അതിന് വേണ്ടിയിട്ട് നെയ്യിൽ വറുത്ത് കോരിയ അണ്ടിയും മുന്തിരിയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ മല്ലിയിലയും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. കോഴിമുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി മൺചട്ടിയിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം വൃത്തിയാക്കി കഴുകി വാട്ടി വെച്ച വാഴയില വെച്ച് കൊടുക്കുക. അതിനുശേഷം ഗ്രേവി ഒഴിക്കാം. ഗ്രേവി മാത്രം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് 3 പൊറോട്ട വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെയായിട്ട് ബീഫോട് കൂടി തന്നെ ഗ്രേവി ഒഴിക്കുക. ഗോൾഡൻ സവാള മിക്സും കൂടി ചേർക്കുക. ഇതിന് മേലെയായിട്ട് പുഴുങ്ങിയ മുട്ട വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇനി 3 പൊറോട്ടയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് മേലെ ഗ്രേവി മാത്രം ഒഴിക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്ത ബീഫ് ചേർത്ത് കൊടുക്കുക. ഇതിന് മേലെ പൊരിച്ചു കോരി വെച്ച സവാള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി മുട്ട പുഴുങ്ങിയതും കൂടി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഓരോ ലെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ലെയറിലും നെയ്യ് ഒഴിക്കാം. ഞാനിവിടെ നെയ്യ് ഒഴിക്കുന്നില്ല. കാരണം പൊറോട്ടയിലൊക്കെ നല്ലവണ്ണം നെയ്യും വെളിച്ചെണ്ണയും ഉള്ളത് കാരണം ഞാൻ ഒഴിക്കുന്നില്ല. ഇനി ആദ്യം ചെയ്തതുപോലെ ബാച്ച് ബാച്ചായിട്ട് നമുക്കിത് ഓരോന്നും ചെയ്തെടുക്കാം. ഗോൾഡൻ സവാള മിക്സും അണ്ടിപ്പരിപ്പ് മുന്തിരി പുഴുങ്ങിയ മുട്ട അതൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റിലായിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത ബീഫും കൂടി വെച്ച് കൊടുത്ത് ഒരു പൊറോട്ടയും കൂടി വെച്ച് കൊടുത്ത് വാഴയില വെച്ച് നല്ലവണ്ണം ടൈറ്റായിട്ട് കവർ ചെയ്തെടുക്കുക. ഞാനിവിടെ 10 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. വിറകടുപ്പിൽ വെച്ച് ദമ്മിടാം. മേലെ കണൽ കോരിയിടാം. എന്നിട്ട് 2 മിനിറ്റ് ഓലക്കൊടി വെച്ച് അടിയിൽ കത്തിക്കാം. അടിയിൽ തീ പാടില്ല. അരമണിക്കൂർ ദമ്മിൽ കിടക്കണം. അപ്പോഴേ നമ്മുടെ പൊറോട്ട ദമ്മാവുകയുള്ളൂ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. മൺചട്ടിയിൽ വാഴയില വെച്ച് ദമ്മ് ചെയ്യുന്ന ഫ്ലേവറൊക്കെ ആകുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്.
ഇതൊരു കിടിലൻ ഐറ്റം തന്നെയാണ്. ഇനി ഇത് മൺചട്ടിയിൽ നിന്ന് വാഴയിലേക്ക് മാറ്റാം. ഗ്രേവിയൊക്കെ നല്ലവണ്ണം പൊറോട്ടയിൽ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ബീഫ് ദം പൊറോട്ട ഒന്ന് തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.